5:30 എണീക്കല്ലേ? 3:30 എണീക്കും. 3:30 എണീറ്റാണ് 5:30 എത്താൻ പ്രിപ്പയർ ചെയ്യണത്. ആദ്യം ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് അവസാനം പോയിട്ട് ചെയ്തേക്കും. സത്യമായിട്ട് ഇന്ന് നമ്മ വീഡിയോയിൽ പറയാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാറ്റസ് വീസസ് ഇയൻ ഗാരി കിഡിലൻ ഫൈറ്റ് ആയിരുന്നു. അതിന്റെ റിവ്യൂ. ഉസ്മാൻ വീസസ് ബക്ലി അനൗൺസ്ഡ് അതിന്റെ ഇത്. പിന്നെ ഡസ്റ്റിൻ വീസസ് മാക്സ് അതിന്റെ ഇത്. പിന്നെ BMF ടൈറ്റിലിന് ഹൗ മച്ച് ഐ ലവ് BMF ടൈറ്റിൽ അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മള് ഒരു സ്റ്റാറ്റ് നോക്കിയപ്പോഴേക്കും ഇപ്പോഴും 50% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. അപ്പൊ നമുക്ക് 50 ഒരു 70 ആക്കണം. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ഇതേക്കണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മച്ചാമാരെ. അപ്പൊ നമ്മ ഇന്ന് ഫസ്റ്റ് തന്നെ പറയാൻ പോണ ഇന്നത്തെ മെയിൻ ഇവന്റിനെ പറ്റിയാണ്. ഫൈറ്റ് ഇന്ന് കിടിലൻ ഫൈറ്റ് ആയിരുന്നു. പ്രാറ്റസ് വീസസ് ഇയൻ ഗാരി. ഞാൻ അതിനു മുമ്പ് ഒരു ചോദ്യം എന്റെ കോച്ചിനോട് ചോദിക്കട്ടെ കേട്ടാ. എടാ, പ്യുവർ ഗ്രാപ്ലിംഗ്, ജസ്റ്റ് ഗ്രാപ്ലിംഗ് മാത്രം ടേംസിൽ ആരാണ് ബെറ്റർ? പ്രാറ്റസ് ആണോ ഇയൻ ഗാരി ആണോ? പ്യുവർ ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ് അല്ലേ പറഞ്ഞ? പ്യുവർ ഗ്രാപ്ലിംഗ്. അതിന് നമ്മളിന്നൊന്നും കണ്ടില്ലല്ലോ. ഗ്രാപ്ലിംഗ് അങ്ങനെ കൂടുതല് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. രണ്ടുപേരും ഗ്രൗണ്ടായ സമയത്ത് കൂടുതൽ കംഫർട്ടും കുറച്ചുകൂടി അടിപൊളിയായിട്ട് അടിയിൽ ഫീൽ ചെയ്ത ആരെയാണ്? ആകെ കുറച്ച് ഡാമേജ് കൊടുത്തത് മറ്റേ പ്രാക്ടീസ്. ഞാനേ ഇവരടുത്ത് ഞങ്ങൾ ഈ വൈകിട്ട് എക്സാമ്പിൾ പറയാൻ വേണ്ടി ഒരാഴ്ച മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, എടാ ഇവന്റെ ഇതിനെ അളക്കല്ലേ. കാരണം 3-4 ഫൈറ്റ് മുമ്പ് അളക്കണ പോലെ ലിപ്പ് അളക്കണ BJ അതൊക്കെ വിട്, ഇപ്പൊ അധികം പറഞ്ഞിതാവണില്ല. ഫസ്റ്റത്തെ 3 റൗണ്ട് പ്രാക്ടീസ് സ്ലോ ഡൗൺ, ഒരു ഫസ്റ്റ് മൊയ്ത്തായി ഫൈറ്റേഴ്സിനെ പോലെ സ്ലോ സ്റ്റാർട്ട് ചെയ്ത് അവസാനത്തെ 2 റൗണ്ട് ഇല്ലേ, അവസാനത്തെ റൗണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫിനിഷ് വരെയും ചെയ്യാൻ പോയി. അപ്പൊ എനിക്കൊരിക്കലും പ്രാക്ടീസ് തോറ്റെങ്കിലും സ്റ്റോക്ക് താഴെ പോയിട്ട് എനിക്ക് തോന്നണില്ല. നിന്റെ അഭിപ്രായം എന്താ? അയ്യോ, സ്റ്റോക്ക് താഴെ പോയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൂടിയിട്ടില്ല എന്ന് ഒരു പൊടിക്ക് കുറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ് 4K UFC സ്ട്രീക്ക് 10K സ്ട്രീക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഗാരിനെ ഫിനിഷ് ചെയ്യുന്നൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്തായാലും പഞ്ചിങ് പവർ നോക്കൗട്ട് പവർ കൂടുതലുള്ള പ്രാക്ടീസാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ മറ്റേ ഗാരി എന്താണ് ഒരുമാതിരി ഐക്യൊക്കെ ഉപയോഗിച്ച് മാറി മാറി നിന്ന് ഒന്നും അങ്ങനെ പവറായിട്ടൊന്നും കൊള്ളാൻ വേണ്ടി നിന്ന് കൊടുത്തില്ലല്ലോ. അപ്പൊ പ്രാക്ടീസിന്റെ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് കുറച്ച്, എന്തായാലും കൂടിയിട്ടില്ല. അവസാനത്തെ റൗണ്ട് നൈസായിരുന്നു. ആ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോയ സീക്വൻസ് വെറുതെ അടിപൊളിയായിരുന്നു. പക്ഷെ അതെന്താണത് കുറച്ചും കൂടി ആ പുള്ളി തന്നെ ഈ സാധാരണ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ഈ കാർഡിയോ കുറഞ്ഞു വരുമ്പോ ഇയാള് ആദ്യം ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് അവസാനം പോയിട്ട് ചെയ്തേക്കും. അത് കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് കോൾബിയൊക്കെ ചില ഫൈറ്റിലൊക്കെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴല്ലേ തുടങ്ങുള്ളൂ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ അതേപോലെയൊക്കെ തോന്നി. ആ ലാസ്റ്റ് 2 റൗണ്ട് ഫസ്റ്റ് തൊട്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കഥ മാറിയാണ്. പക്ഷെ എന്തായാലും സ്റ്റോക്കൊന്നും കൂടിയില്ലെന്നാ തോന്നണം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരിക്കലും സ്റ്റോക്ക് നഷ്ടപ്പെട്ടായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറയട്ടെ കാശ്. എനിക്കില്ലേ ഒരിക്കലും 1 സെക്കൻഡ് പോലും ഗാരി ഇവനെ ഔട്ട് ക്ലാസ് ചെയ്തപോലെ തോന്നിയില്ല. ജസ്റ്റ് പൂവർ ഗെയിം പ്ലാൻ. ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞ കാര്യം, ഒരു മാരത്തൺ ഓടുമ്പോ പ്രൊഫഷണലായിട്ട് ഓടുന്ന ആൾക്കാർ ഏറ്റവും ഒരു 5 മൈൽ മാരത്തൺ ആദ്യത്തെ മൈലി ഉസൈൻ ബോൾട്ട് സ്പ്രിന്റിൽ ഓടൂല. ഉസൈൻ ബോൾട്ട് സ്പ്രിന്റിൽ ആദ്യത്തെ റൗണ്ട് ഓടി ആരായാലും തോറ്റു പോകും. പക്ഷെ ഒരു മീഡിയം സ്പീഡിൽ ഓടിക്കഴിഞ്ഞാണ് മാരത്തൺ ചെയ്യണം. അതേപോലെ പ്ലാൻ ചെയ്യാണ്ട് അലമ്പായിട്ട് മാരത്തൺ പ്ലാൻ ചെയ്ത് ഓടിയ ഒരാളെ പോലെ എനിക്ക് റാറ്റോസിനെ ഫീൽ ചെയ്ത്. ഈ ഫൈറ്റ് ഫസ്റ്റ് 4th 5th റൗണ്ടിലും കാണിച്ച അർജൻസിയോടും ആ ഒരു കെയർഫുൾനെസ്സിലോടും ഫസ്റ്റ് 3rd റൗണ്ട് 3 റൗണ്ട് ചെയ്തെങ്കിൽ. പിന്നെ ഞാൻ പറയാത്തൊരു കാര്യം കേട്ടാ, ഇയൻ ഗാരി സ്ലോ ഡൗൺ ചെയ്തായിരിക്കും. കാരണം 1 മാസം ഉണ്ടായാള്. പക്ഷെ 1 മാസമൊക്കെ ധാരാളം അല്ലേ? 1 മാസത്തെ പഴകൊണ്ട് കാർഡിലാണ് ഗാരി സ്ലോ ഡൗൺ ചെയ്തപ്പോ പ്രാക്ടീസ് കയറിയാണെന്ന് അറിയാൻ പാടില്ല. കാരണം പ്രാക്ടീസിന് ഫുൾ ക്യാമ്പ് ഉണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ 4th 5th റൗണ്ടും പ്രാക്ടീസ് ചെയ്തത് ഇയൻ ഗാരി ആ 3 റൗണ്ട് ചെയ്തതിൽ അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ പോയിന്റ്സ്. എന്തായാലും ഫൈറ്റ് ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഗാരി. ആ ഒരു കറക്റ്റ് ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. എടാ ഗിച്ചു, ഞാൻ ചോദിച്ചൊരു ചെറിയ ചോദ്യം പറയാം. 4th 5th റൗണ്ടും പ്രാക്ടീസ് ചെയ്താണ്, ഫസ്റ്റ് 3 റൗണ്ട് ഗാരി ചെയ്താണ് കൂടുതൽ ഡാമേജിങ് ആയിരുന്നത്? ഡാമേജിങ് ആയിരുന്നു എന്തായാലും നമ്മൾ കണ്ടതല്ലേ. 4th 5th പ്രാക്ടീസ് ആയിരുന്നു കൂടുതൽ ആ 2 റൗണ്ട്. പക്ഷേ ഫൈറ്റ് 5 റൗണ്ട് അല്ലേ? 5 റൗണ്ട് തന്നെ 1 റൗണ്ട് കൂടി വേണമായിരുന്നു. ആശിച്ചു പോയ റെയർ ഫൈറ്റിൽ ഒന്നായിരുന്നല്ലേ ഇതൊക്കെ? എന്ന് പറഞ്ഞാ ഇതിലൊക്കെ മറ്റേ ജോറോഗൻ പറയുന്ന സാധനം ഉണ്ടല്ലോ, അൺലിമിറ്റഡ് റൗണ്ട്സ് കാണും എന്ന് പറഞ്ഞാ. ഇപ്പൊ ഒരു ടീച്ചർ ഇടി കടന്നുണ്ടിരിക്കാൻ നിർത്ത് വന്ന് പിടിച്ചു വരാൻ നിർത്തി ഏറ്റവും പൊക്കത്താര കയറി നിൽക്കണ, അടിയിലാരെ നിൽക്കണ നമ്മുടെ സ്കൂളിലെ വയാണത്. ഞാൻ ഒറിജിനലായിട്ട് കിടക്കൊന്നല്ല പറഞ്ഞ.
പക്ഷെ ഞാൻ പറയട്ടെ, 4th 5th റൗണ്ടും കാർലോസ് ഭയങ്കര അതിഗംഭീരമായിട്ട് സ്ട്രോങ്ങിൽ ഫിനിഷ് ചെയ്ത്. ഫസ്റ്റ് 3 റൗണ്ടിൽ ഗാരി സ്ട്രോങ് ഫിനിഷ് ചെയ്തതിനേക്കാളും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാറ്റോസിനോടുള്ള ആ ഒരു ഹൈപ്പ് പോയതുപോലെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ആ ഒരു പ്യുവർ ഗെയിം പ്ലാൻ. ചിലപ്പോൾ ഞാൻ ചെറിയൊരു ബയസ്ഡ് ആയിരിക്കും, പക്ഷെ എനിക്ക് എങ്ങനെ തോന്നിയത് ഷൗക്കത്ത് ഗാരി ഫൈറ്റ്, ഷൗക്കത്ത് ജയിച്ചെങ്കിലും ഗാരി മനസ്സിലായില്ല. അതുപോലെ ചെറിയൊരു സാധനം അപ്ലൈ ചെയ്യാം. വ്യത്യാസം എന്ന് വെച്ചാൽ ഷൗക്കത്തിന് അത്ര കുറേയൊന്നും ഗാരിക്ക് ഉണ്ടായില്ല. അതാണ് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത. മനസ്സിലായി, ഷൗക്കത്ത് ഗാരി ഫൈറ്റ് സെയിം സാധനം ഒരു ഓർമ്മ ഉണ്ടാക്കി ആലോചിച്ചോക്കെ. ലാസ്റ്റത്തെ ആ ഒരു സീക്വൻസ്, ലാസ്റ്റത്തെ മാത്രമല്ലടാ ഫൈറ്റ് ഷൗക്കത്ത് ജയിച്ചെങ്കിലും ഗാരിക്ക് ഓൾമോസ്റ്റ് ഹാർട്ട് വിൻ ചെയ്ത പോലത്തെ ഒരു മൂടായി പോയി. ഇവിടെ നമുക്കത് ആപ്ലിക്കബിൾ അത്രയ്ക്ക് തോന്നാത്ത ഷൗക്കത്തിന്റെ അത്ര കുറേ ഗാരിക്കില്ലായിരുന്നു. പിന്നെ അത്ര ഷൗക്കത്ത് ഗാരി ഡിഫറൻസ് പോലെ ഉണ്ടില്ല. പ്രാക്ടീസ് ഗാരിയൊക്കെ സെയിം ആൾക്കാരെ കണ്ടിരുന്നു. കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലാകേണ്ടത് എനിക്കറിയാൻ വളരെ ഉദ്ദേശിച്ച പോയിട്ടൊക്കെ. അല്ല, ഷൗക്കത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഇൻവിൻസിബിൾ ഓറായിരുന്നല്ല. ഒരു ആർക്കും തോപ്പിക്കാൻ പറ്റില്ല, സീനായിട്ടിരിക്കണേണ്, ഫിനിഷ് ചെയ്യണേണ്. അങ്ങനെ നിന്നിട്ട് ഫസ്റ്റ് ഡിസിഷനിലോട്ട് പോയി. ആ ഒറയില് ആറ്റം തുള വീണ പോലെ പോയി. എല്ലാം ഒറ്റടിക്ക് ചെതറി 360 ഡിഗ്രി ഡയറക്ഷനിലോട്ട് ചെതറി പോയി. മറ്റേ സീനായിരുന്നു. ഒരു കിടിലം മെയിൻ ഇവന്റ്, ബെസ്റ്റ് ഓഫ് ഫ്രഷ് ആയിരുന്നു ഞാൻ പറയാം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ഫീല് ഈ ബക്ലി വിസ് ഉസ്മാൻ എന്റെ പൊന്നു മച്ചാനെ. എനിക്കറിയില്ല, സാധാരണ ഒരു ഓൾഡ് ഗായ് വീസസ് അപ്കമിങ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ആൾക്കാർ എക്സൈറ്റ്. പക്ഷെ എനിക്കിത് എന്തോ അറിയില്ല, എവിടെ നിന്നൊക്കെയോ എക്സൈറ്റഡ് ആയി പോയി ഭയങ്കരമായിട്ട്. ഒരു മറ്റേ പഴയ ഒരു ഓൾഡ് വെറ്ററനും പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, മറ്റേ ബ്രേക്കിൻ ചെയ്യണ ഒരാളും തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഞെട്ടിയ ഒരു കാര്യമുണ്ട് ഗൈസ്. ഈ ബക്ലി എന്ന് പറഞ്ഞ ആളുടെ ഈ അടുത്ത് നിയോൺ എന്ന് പറഞ്ഞൊരു സ്ട്രീമർ ഉണ്ട്, കുറെ പേർക്ക് അറിയാൻ പറ്റും. ഈ അടുത്ത് ഒരു ദിവസം മൊത്തം അവനോട് സ്ട്രീം ചെയ്തപ്പോ ഷെഡ്യൂൾ പറഞ്ഞു. അപ്പൊ പറയണേ പക്ഷെ ഇങ്ങനെ എത്ര മണിക്കാതെ തുടങ്ങണേന്ന് വെച്ചാൽ അപ്പൊ 5:30 ജിമ്മി കയറോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞേക്കല്ലോ 5:30 എണീക്കോ? 5:30 എണീക്കാം, ഞങ്ങൾ 3:30 എണീക്കും. 3:30 എണീറ്റാണ് 5:30 എത്താൻ പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ ചേട്ടപ്പോ ജീവൻ. അപ്പൊ ഇതൊക്കെ ഏത് ദിവസത്തോട് 24 മണിക്കൂറും അല്ല, 24 മണിക്കൂറല്ല, ഒരാഴ്ച മൊത്തം 365 ദിവസം, ഒരു കൊല്ലം മൊത്തം ഇതാണ് പറഞ്ഞ ഷെഡ്യൂള്. രാവിലെ 3:30 എണീക്കും, ഫുള്ള് പ്രിപ്പയർ ചെയ്യും. 5:30 ഫസ്റ്റ് വർക്കൗട്ട് സെഷൻ, അത് കഴിഞ്ഞ് വൈകുന്നേരം 9 വർക്കൗട്ട്, അത് കഴിഞ്ഞ് വീട്ടിൽ വരും ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ ഉച്ചക്ക് കിടന്ന് ഉറങ്ങിയേക്ക് 2 മണിക്കൂർ, അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഒരു സെക്ഷൻ, നേരെ ഒരു 8 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും, 8 മണിക്ക് കിടന്ന് ഉറങ്ങും, പിന്നെ 3:30 എണീക്കും. അപ്പൊ 7 മനസ്സിലായ ആ ഒരു ഷെഡ്യൂൾ. പാർട്ടിയില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ശരിയാണ്, ബക്ലണി കഴിഞ്ഞ 5 ഫൈറ്റ് ജയിക്കണോണ്ട് എല്ലാരും ജോൺസൺ പോലെയല്ല ഫൈറ്റ് 2 ആഴ്ച 3 റേഞ്ച് ജയിക്കാനായിട്ട്. ബക്ലിയുടെ ഈ ഡിസിപ്ലിൻ കാരണം എന്നിട്ട് അവൻ ഇത്ര അടിപൊളിയായിട്ടുണ്ട്, അത് അറിയില്ലായിരുന്നു അല്ലേ? അല്ല, ബക്ലി മിഡിൽ വെയിറ്റില് 185 ഉണ്ടായിരുന്ന ബക്ലി എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഇങ്ങനെ കറവൊക്കെ പോലെ താഴോട്ടും പോകുമ്പോ തൊടുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പക്ഷെ അത് ഇനി വെൽട്ടർ വെയിറ്റിലോട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങോട്ട് മാറി, വേറൊരു ആളായി. എല്ലാം ജയിക്കണ്, എല്ലാരും ഫിനിഷ് ചെയ്യണ്. പണ്ട് ഉളപ്പടിച്ച് കള്ളം കുടിച്ച് കൂട്ടുകാരെ കൂടെ ഉളപ്പടിച്ച് വാപ്പമാരി സീനാക്കിയിട്ട് ഗൾഫിലോട്ട് വിട്ടുകഴിയുമ്പോൾ നന്നാവൂല 2 കൊല്ലം പോയിട്ട്. അതേപോലെ പോയി ബക്ലി 150 100 നന്നായി, അവൻ എല്ലാം കൊണ്ടും നന്നായി. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ നല്ലത് പറയണ പറ്റി ആ മൂട് അടിപൊളി. അതേസമയം ഉസ്മാൻ എന്ന് പറഞ്ഞ ആളുടെ പ്രത്യേകത പറഞ്ഞാൽ 3 ഫൈറ്റ് ഉസ്മാൻ തോറ്റിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ എഡ്വേർഡ്സിന്റെ കേയോ വിട്, റീമാച്ച് ക്ലോസ് ആയിരുന്നു, കംസത്തായിട്ടുള്ള ഫൈറ്റും ഓൾമോസ്റ്റ് ക്ലോസ് ആയിരുന്നു. അപ്പൊ ഉസ്മാൻ തോറ്റെങ്കിലും ഒരുമാതിരി പൊരുതിയാണ് തോറ്റേക്കണം. അപ്പൊ ഉസ്മാനും അങ്ങാട് ചാനലർ പോലത്തെ മൂടൊന്നുമല്ല, ഇപ്പോഴും ആ ഒരു ഉസ്മാൻ അല്ല, എന്നാലും ഉസ്മാൻ എങ്കിലും ആണ്, ഉസ്മാൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലാസ്റ്റ് നമുക്കറിയാം, കാരണം ഉസ്മാൻ ഈക്വളി നോക്കൗട്ട് ടീക്കൊക്കെ ഉസ്മാൻ നമുക്ക് അങ്ങാടെ ഉസ്മാൻ വീട്ട പറയണ മൂടിലും പറഞ്ഞു വിട്ടേക്കാം. അപ്പൊ ഇതറിയാം, ഒരു ക്രൂഷ്യൽ ഫൈറ്റ് ആണ്, ഇമ്പോർട്ടന്റ് ഫൈറ്റ് ആണ്. ബക്ലി ജയിച്ചാ ബക്ലിനെ ലെജിറ്റാക്കി ഗിൽച്ചനെ ഒരു അംഗീകരിക്കേണ്ടി വരും. ഈ മറ്റേ ഇവരുടെ പോഡ്കാസ്റ്റിൽ വന്നല്ല പൗണ്ട് ഫോർ പൗണ്ട്. അപ്പൊ ഈ 3 ഫൈറ്റ് തോറ്റതിന്റെ കഥ പറയാനുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഒരു ഇതല്ല ഇവർക്ക്, പക്ഷെ ആ ഒരു ഫയറൊക്കെ ഉണ്ട് അകത്ത്. മറ്റേ സെഹൂഡോനുണ്ടാന്ന് അറിയാൻ പാടില്ല, ഉസ്മാനും മിസിക്കും ആ തിരിച്ചങ്ങോട്ട് സെറ്റ് ആക്കണമെന്നൊക്കെ ഉണ്ട്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ ഉസ്മാനും ബ്രേഡിയും ഫൈറ്റും സെറ്റ് ചെയ്തതാണ് ഓൾമോസ്റ്റ്. അപ്പൊ ബ്രേഡി മറ്റേ ഇപ്പൊ കഴിഞ്ഞല്ല 314 ആ മയാമില് അതില് വിളിച്ചതാണ്. അപ്പൊ പക്ഷെ ഉസ്മാന്റെ എന്തോ മെഡിക്കല് എന്തോ ശരിയായിട്ടില്ല, അത് കാരണം ലേറ്റ് ആയതാണ്. പക്ഷെ ഈ ബ്രേഡി ഫൈറ്റ് ആയിരുന്നെങ്കിൽ അയ്യോ, ഉസ്മാനും ബ്രേഡി ഇതിപ്പോ കണ്ടന്റർ ഫൈറ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഷോട്ട് കിട്ടുന്നില്ല. പക്ഷെ ഈ ഫൈറ്റ് ജയിച്ചു കഴിഞ്ഞാ മറ്റേ ഇവന് ബ്രാഗിങ് റൈറ്റ്സ് ആയി നമ്മുടെ ഇവന്. അപ്പൊ
അപ്പൊ എനിക്ക് തോന്നണില്ലേ, ഞാൻ പറഞ്ഞുതരാം നടക്കാൻ പോണെന്നാണ്. കിടിലൊരു ബീഫ് പൊട്ടി മുളച്ചിട്ടുണ്ട് ഇന്നലെ. നേരത്തെ ഉണ്ടായാണ് ബക്ലിയും കക്കും കൂടി ചൊറിഞ്ഞ് അവസാനം ഇയൻ ഗാരിയുടെ മറ്റേ വൈഫിന്റെ അടുത്ത് പോയി ബക്കളി നിന്നപ്പോ ഇയൻ ഗാരി സീനായിരുന്നത്. അപ്പൊ കുറെ പേരെ കമന്റ് പറയണ്ടേ, ഞാൻ പറയണില്ല, എന്താ പറയണേന്ന് ഞാൻ പറയണില്ല. കുറെ സീൻ കഴിഞ്ഞു ബക്ലി മൈക്കി കയറി പറഞ്ഞ് ഐ ഡോണ്ട് സ്പീക്ക് കക്കനീസ്, ഗാരി പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് ചൊറിഞ്ഞ്. അപ്പൊ ഇൻ ദ ബെസ്റ്റ് കേസ് സിനാരിയോ ഉസ്മാൻ ലൂസസ് ടു ബക്ലി, ഗാരി ബാക്കപ്പ് ആണെങ്കിൽ ആ ഫൈറ്റ് ബെലാല് ജാക്ടൻ അടക്കം ബെലാല് ജയിക്കും. ഓൾ ഹെയിൽ ബെലാൽ ജയിക്കട്ടെ, ദൈവമേ ബെലാൽ ജയിക്കണേ. അപ്പൊ അത് നടക്കും. അതിനുശേഷം ബക്ലി വീസസ്, അപ്പൊ രണ്ടുപേരും ഫ്രീ ആയല്ല, ബക്ലി ജയിച്ചിട്ട് വെറുതിരിക്കണ്, ഇയങ്കാരിയും വെറുതിരിക്കണ്, രണ്ടുപേരും ഒരു എപ്പിക് ഫൈറ്റ്. അത് കിടിലം പ്രസ് കോൺഫറൻസ് ഒക്കെ ഒരുമാതിരി വേറെ ലെവലായിരിക്കുള്ളൂ. അപ്പൊ അതും എക്സൈറ്റഡ് തിരികെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഫൈറ്റ് ശരിക്കും എക്സൈറ്റഡ് ആക്കണം. 2 ഫൈറ്റിനുണ്ട് എക്സൈറ്റഡ് ആണ് ഗൈസ്. അല്ല ഇത് ഇനിയിപ്പോ വേറൊരു റിട്ടയർമെന്റ് ഫൈറ്റ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ BMF ടൈറ്റിലില്ലേ, ഇതിന്റെ വിലയുള്ളു ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാ, ആ BMF ടൈറ്റിലായിട്ട് മാക്സോളെ ഈ സാധനം കൂടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പോണ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ BMF ടൈറ്റിൽ അവിടെ ഇരിക്കണ്, ആ BMF ടൈറ്റിൽ ആ ഫ്രണ്ടിൽ വന്നിട്ട് ഇസ്ലാം ഇല്ലേ വന്നു കഴിഞ്ഞാൽ അവന്മാർ ഡസ്റ്റിന്റെയും മാക്സിന്റെയും മുഖം ഇങ്ങനെ കളിച്ചു. എനിക്ക് സത്യമായിട്ടില്ല ആ ഫൈൻ എടുത്ത് കാണാൻ ഒരു അർത്ഥമില്ല. രണ്ടുപേരും ഒരുത്തൻ കിടന്നുറങ്ങി, ഒരുത്തൻ ഉറങ്ങുകയും ചെയ്ത് ടാപ്പും ചെയ്ത്, അങ്ങനെ തോറ്റവന് BMF ടൈറ്റിൽ. എന്റെ പൊന്നു സമ്മതിച്ച് ഡസ്റ്റിന് 3 ടൈറ്റിൽ ഫൈറ്റ് തോറ്റിട്ടുണ്ട്. ഈ ഏറ്റവും പ്രശ്നം പറയട്ടെ, ഇത്രയും ടൈറ്റിൽ ഫൈറ്റ് തോറ്റ ഡസ്റ്റിന് അവസാനമായിട്ട് ഉണ്ടാക്കിയത് മേഡപ്പ് ചെയ്തൊരു ടൈറ്റിൽ കൂടി തോറ്റു കഴിഞ്ഞില്ലേ, ഭൂലോക തോൽവി ടൈറ്റിൽ. എന്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര ശോകമായിട്ട്. എനിക്കറിയില്ല, ഈ ടൈറ്റിൽ എടുത്ത് കളയണം. ഞാൻ BMF ടൈറ്റിലിന് എതിരാണ് സത്യമായിട്ടും. ഇലിയേം ഇസ്ലാമും ജീവിച്ചിരിക്കണം അത്രയും കാലം ഇവന്മാര് BMF ടൈറ്റിൽ ഞാൻ എതിരാണത്. ശരിക്കും BMF ചാമ്പ്യൻ ബിലാലാണ് അല്ലേ? കാരണം എന്താണ്, മാസിദാലിനെ ഉസ്മാൻ തോപ്പിച്ച്, ഉസ്മാനെ ലിയോൺ തോപ്പിച്ച്, ലിയോണെ ബിലാല് തോപ്പിച്ച്. അപ്പൊ പിന്നെ ശരിക്കും BMF ബിലാലാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം. എടാ എനിക്ക് മനസ്സിലാവാത്ത, ഇലിയ ഉറക്കി കഴിഞ്ഞ മാക്സ് ഹൈബർനേഷൻ കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്, കൊറിയയിലേക്കാണ് പൊങ്ങിയേക്കട. അപ്പൊ അയാൾ ഇങ്ങനെ ഇപ്പോഴും BMF ശരിക്കും പറഞ്ഞാൽ അടുത്ത് കാണാൻ വരുന്നത്, മനസ്സിലായ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഫൈറ്റ് കാണാനായിട്ട് ഫ്രണ്ടില് ഇസ്ലാം ഉലിയ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു, BMF ടൈറ്റിൽ ഫൈറ്റ് കാണാൻ ഇസ്ലാം ഉലിയ അപ്പുറത്തുപ്പത്തിരിക്കണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫൈറ്റ് എടുത്ത് 2 പേരെ ക്യാമറ ഇസ്ലാം എന്നെ ശരിയാക്കി നിൽക്കണ്. സാധനമില്ല ഇസ്ലാമിന്റെ ജിപ്പില്ലേ. എടാ ശോകമാണ്, ഞാൻ എതിരാണ്. പക്ഷെ ടൈറ്റിലിന്റെ റാൻഡ് കഴിഞ്ഞ് ഇനി ഞാൻ ഫൈറ്റിനെ പറ്റി പറയാം. നല്ലൊരു ഫൈറ്റാണ് എന്ന് വെച്ചാൽ സ്റ്റൈലിസ്റ്റിക്കൽ അടിപൊളിയാണ്. മാക്സ് 155 ജസ്റ്റിനെ കൂടി ഫൈറ്റ് ചെയ്ത പോലെ ബിഗ് ആയിരുന്നു മാക്സ്. കാരണം 145 എന്നേക്കും ഇവിടെ പറഞ്ഞാണ് കേട്ടത്. അപ്പം ഡസ്റ്റിനായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റിൽ മാക്സിനുണ്ടായിരുന്ന ഏറ്റവും വലിയ കുഴപ്പം സൈസ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു പഞ്ചെടുക്കാനുള്ളതോ ആ പഞ്ചിങ് പവറോ ഇല്ല. ഡസ്റ്റിനായിട്ട് ഫേസ് ചെയ്ത മാക്സിന്റെ സൈസ് കിച്ചു, നീ അപ്രൂവ് ചെയ്തില്ല ആ സൈസ്. ജസ്റ്റിനായിട്ട് ഫൈറ്റ് ചെയ്ത മാക്സിന്റെ സൈസ് അല്ല, അത് മറ്റേ അന്ന് പണ്ട് സെക്കൻഡ് ഫൈറ്റ് വന്ന പോലത്തെ മറ്റേ മഫിൻ ഹോളോവേ അല്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ആ വെർഷൻ ഓഫ് മാക്സ് ഹോളോവേ ഡസ്റ്റിനായിട്ട് ഒന്ന് എങ്ങനെ ഉണ്ടാവും എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ രണ്ടുപേരും ഫൈറ്ററാണ്. ബോറിംഗ് ഫൈറ്റ് ഒന്നും വെക്കാറില്ല, ബെലാലും കൂടെ എടുക്കാറില്ല. എല്ലാരും എക്സൈറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും ആ ഫൈറ്റ് എന്നൊരു ഉൾപ്പെട്ടിരിക്കുകയാണ്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ ബ്യൂട്ടിഫുൾ സ്റ്റോറിയിൽ അടങ്ങിച്ചു. മറ്റേ മാക്സോയുടെ ഫസ്റ്റ് ഫൈറ്റ് ഡസ്റ്റിനായിരുന്നു, ഡസ്റ്റിന്റെ ലാസ്റ്റ് ഫൈറ്റ് മാക്സ് ആണ്. അപ്പൊ ഒരു മറ്റേ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് അയ്യോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സാധനം ഇങ്ങനെ അടിച്ചപ്പോ ചീറ്റി പോയാണ്. നല്ലൊരു സംഭവമാണ്. കംപ്ലീറ്റഡ് ദ സർക്കിൾ ഇൻ ദ പെർഫെക്റ്റ് വേ എന്ന് പറയില്ലേ, എവരിബഡി സ്റ്റാൻഡ് ഇൻ എ സ്ട്രെയിറ്റ് സർക്കിൾ എന്നൊക്കെ പണ്ടത്തെ PT സാർ പറയില്ലേ ചോദിച്ചു, അതേപോലെ അല്ലേ ഈ പക്ക ഡസ്റ്റിന്റെ കരിയറിൽ മറ്റേ UFC അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മിസ്സിംഗ് ആണ്. പക്ഷെ എന്നാലും അതില്ലാണ്ട് വെച്ച് നോക്കുമ്പോ ഒരു ടൈറ്റിൽ ഇല്ലാണ്ട് കരിയർ കംപ്ലീറ്റ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാരും കൈപൊക്കി പറയും ഡസ്റ്റിൻ ബോറിങ് മനസ്സിലായ. ടൈറ്റിൽ ഇല്ലാത്ത ഏറ്റവും ബെസ്റ്റ് കരിയർ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എടുക്കും. നമ്മുടെ അയൺ റോബന്റെ ഒക്കെ ഒരു മൂഡ് ആ ലെവല് സാധനം. അപ്പൊ എന്തായാലും ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഫൈറ്റ്. പിന്നെ വേറെ ഒന്നുമില്ല, വേറെ ഫൈറ്റ് ഈ ഡാന കൊതിപ്പിച്ചിട്ട് കടന്നു കാണാൻ വൃത്തിയായിട്ടാണ്. ഡാൻ ഇന്നൊരു പ്രസ് കോൺഫറൻസിൽ കാര്യം പറഞ്ഞു, DDP കംസത്ത് ഓൾറെഡി സൈൻ ചെയ്തു, പക്ഷെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഇന്റർനാഷണൽ ഫൈറ്റ് വീക്ക് അല്ല. അപ്പൊ തന്നെ നമ്മുടെ റിപ്പോർട്ടർ കോർണർ ചോദിച്ചു, കോർണർ മെക്കഡേക്കർ അല്ല വേറെ കാണുന്നുണ്ട്,
ചോദിച്ച് എന്താണ് ഇസ്ലാമിലിയ ആയ അപ്പൊ തന്നെ ഒരു വൃത്തികെട്ട ചിരി. ആ ചിരി എന്താ കാരണം ടോക്ക് അബൌട്ട് ഇറ്റ്. എന്തൊരു ബിഗ് അനൗൺസ്മെന്റ് നടത്താൻ ഇപ്പൊ അനൗൺസ് ചെയ്യണം, ഇപ്പൊ അനൗൺസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്തോരം എക്സൈറ്റിംഗ് ആയിട്ട് ഇന്ന് വീഡിയോ എടുക്കായിരുന്നു. എനിക്കിന്ന് നാളെ വർക്കിന് ഒരു താല്പര്യമില്ല, പ്രാന്ത് കഴിക്കാണ്. ഓണർ ഫീസിന് ഞാൻ അറിയാൻ പാടില്ല. അത് വിഷമമൊക്കെ മാറിയാനെ ഇന്ന് അനൗൺസ് ചെയ്യിച്ചെങ്കിൽ. പക്ഷെ ആ ഒരു വിഷമമുണ്ട്. ഡാന എന്തെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്യാൻ അവിടെ കിച്ചൊന്ന് മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒന്ന് അനൗൺസ് ചെയ്യാൻ. നമുക്ക് മറ്റേ ഇത് ചെയ്യാം, മൈൻഡ് വെച്ച് മറ്റേ മെസ്സേജ് പാസ് ചെയ്യാം. എല്ലാരും കൂടി ഒരുമിച്ച് മെസ്സേജ് പാസ് ചെയ്യുമ്പോ സെറ്റ് ആവില്ല. എടാ കിച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഞാൻ പോണേ എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ജസ്റ്റിഗേച്ചി വിസസ് ഇസ്ലാം, ഇലിയ വിസസ് ചാൾസ് എന്നെങ്ങാണ്ട് പറഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ വൾഗറാവട്ടെ, ഞാൻ വൾഗറായിട്ട് അയക്കൊന്നേക്കാൻ പോലെങ്കിൽ രോഗമോട്. എന്നാലും ഞാൻ വല്ലതൊക്കെ ചെയ്ത ഞാൻ ചിലപ്പോ ഇവനെ വേണമെങ്കിൽ കൊന്നുകളയും കിച്ചറ വേണമെങ്കിൽ. എനിക്ക് അത്ര അത് എനിക്ക് തരരുത്. എനിക്ക് ആകെ മാത്രമുള്ള ലൈഫ് സന്തോഷമുള്ള ഈ ഒരു അവസാന അലമ്പം കണ്ടു ആയ ഡാന അവിടെ വന്നിന്റെ ചെകളയാടിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസരിക്കുന്നു. ബൈയടാ, തീരം ബീജാക്കിച്ചു.